Good afternoon, everyone, to the live sessions. This is Swapna, and I'm from Tiruvalla. Today we are conducting the live session on IELTS reading. So, as usual, we have discussed so many things regarding IELTS reading till now. So, നമ്മൾ കഴിഞ്ഞ സെഷനിൽ discuss ചെയ്തിരുന്നത് was about how to use or what strategy you can use in order to decode the question pattern yes, no and not given. And already I have mentioned that it is one of the most difficult question patterns for almost every candidate, and it's not that easy. There are certain confusions regarding how to identify no, yes and not given questions. So, and again, another challenge that comes before a candidate is the way how they respond to the questions in the reading task. So, these are some of the challenges that they face while even during the exam and even the practice session. So, it is very important for you to understand those confusions and also understand why it happens and also how to tackle those particular things and how easily you can identify those confusing terms. So adindeke importance endana ennu vechal, see, it is, you should think that you are a non-native speaker. നമ്മൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവരോ ഡീൽ ചെയ്യുന്നവരോ അല്ല. We deal it. That is for official purposes, nothing else. Our mother tongue is Malayalam, right? So, ശരിക്കും പറഞ്ഞാൽ IELTS എന്ന് പറയുന്നത് തന്നെ it's an exam which is conducted especially for the non-native speakers when you are migrating to a native speaking country. So, the problem is, the thing is, what they are expecting us to do is to find out answers from that particular confusion. എങ്ങനെയൊക്കെയാണ് നമുക്ക് ആ ഒരു കൺഫ്യൂഷനിൽ നിന്ന് നമുക്ക് ഒരു പ്രോപ്പർ ആൻസറിലേക്ക് എത്താൻ സാധിക്കുന്നത്? സോ അതാണ് അവരുടെ that is what they are expecting us to do. I hope you understand that, and you need to take this as a challenge. ഒന്നും അത്ര ഈസി അല്ല. It's not at all an easy thing. So, നിങ്ങൾക്ക് as candidates, it is, you should understand that this is not an easy thing, and for that, ഇത് നമ്മൾ ഈ സ്ട്രാറ്റജി ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ്. ആസ് ഐ സെഡ്, ഇന്ന് പറയുമ്പോഴും ഇത് ചുമ്മാ മനസ്സിലാക്കി പോയാൽ പോരാ. നമുക്ക് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ മെറ്റീരിയൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ആ പ്രാക്ടീസാണ് നിങ്ങളെ ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആക്കുന്നത്. So, yes, there are no shortcuts also. എല്ലാവരും ഇപ്പോൾ കാൻഡിഡേറ്റ്സ് ചോദിക്കുന്നൊരു കാര്യമാണ്, എന്ത് ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം, എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ, ട്രിക്സ് ഉണ്ടോ? ടിപ്സിലും ട്രിക്സിലും ഒന്നും അല്ല ആക്ച്വലി കാര്യങ്ങളിരിക്കുന്നത്. ആ ടിപ്സും ട്രിക്സും മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ പ്രാക്ടീസിൽ ഈ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇന്ന് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലും ഐ ഹോപ്പ് ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഫ്രം യുവർ സൈഡ്, ആൻഡ് ഓൺലി ദെൻ വിൽ ബി ഏബിൾ ടു മൂവ് അവർ ക്ലാസ്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്സിൻ്റെ ഭാഗത്തുനിന്നും ഒരു റെസ്പോൺസ് ഉണ്ടായേ പറ്റുള്ളൂ. സോ ഐ ഹോപ്പ് ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ ദിസ് സെഷൻ ടു. ലാസ്റ്റ് സെഷൻ വി ഹാഡ് പാർട്ടിസിപ്പൻസ് ഹു വെയർ clearing their doubts. So I hope you will still participate, and that is what we are looking for. And let's make this session more interactive and informative and interesting altogether. So let's begin our sessions. Okay. Yes. So as the term, നമ്മളിപ്പം ഈ ടോപ്പിക്കിൽ നമ്മൾ ഏറ്റവും ഇതായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെ അതാണ്, ലൈക്ക് ഹൗ യു ക്യാൻ ടാക്കിൾ അല്ലെങ്കിൽ വാട്ട് സ്ട്രാറ്റജി യു ഷുഡ് ടേക്ക് ഇൻ ഓർഡർ ടു understand and identify these kind of things.
അതായത് ഒരു യെസ് നോ നോട്ട് ഗിവൻ ക്വസ്റ്റ്യൻസിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. സോ യെസ്, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. നമ്മളെപ്പോഴും ഒരു റീഡിംഗ് പാസേജ് ചെയ്യുമ്പോൾ നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്വസ്റ്റ്യൻസിലേക്കാണ് ആദ്യം നോക്കേണ്ടത്, നോട്ട് ദ പാസേജ് ഫസ്റ്റ്. കാര്യം അങ്ങനെ ചെയ്യുന്നവർ ഒരുപാടുണ്ട്. നേരെ പാസേജിലേക്ക് പോയി കുറേ നേരം ഡീറ്റെയിൽ ഇരുന്ന് വായിച്ചിട്ടായിരിക്കും അവർ ചിലപ്പം ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നത്. സോ അതിലെന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു വിൽ നോട്ട് ബി ഏബിൾ ടു മാനേജ് ദ ടൈം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് എന്താണോ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാം വിത്ത് ദ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ഗിവൻ ഇൻ ദ പാസേജ്. സോ ആ രീതിയിലാണ് നിങ്ങൾ ഇതിനെ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, സോ ആദ്യം ക്വസ്റ്റ്യനിലേക്ക് നോക്കുക, ആൻഡ് ഫ്രം ദെയർ ലുക്ക് അറ്റ് ദ പാസേജ്, ലുക്ക് അറ്റ് വാട്ട് ഈസ് ഗിവൻ ഇൻ ദ പാസേജ്. ഓക്കെ, യെസ്. Okay, so let's look at the first question. I hope all of you are ready. So for the earliest tribes, the concept of sufficiency was more important than the concept of quantity. ഓക്കെ, ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഇപ്പം ഞാൻ നേരത്തെ കുറച്ച് മുമ്പേ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് പാസേജിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, പാസേജിലേക്ക് പോവാതെ എങ്ങനെയാണ് ഇൻഫർമേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നത്, എന്തിനെക്കുറിച്ചാണ് വായിക്കുന്നതെന്നോ അല്ലെ എന്താണ് ചെയ്യേണ്ടത് അവിടെ നിന്നോ, അത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? സി, ദാറ്റ് ഈസ് നോട്ട് അവർ കൺസേൺ അറ്റ് ഓൾ. നമുക്ക് ആ പാസേജിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്നോ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു അങ്ങനെ അതിനെക്കുറിച്ചൊന്നും അറിയാൻ, ദാറ്റ് ഈസ് നോട്ട് അവർ എയിം, ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ അവർ ടാസ്ക്. ഓക്കെ, IELTSൻ്റെ റീഡിംഗ് നടക്കുമ്പോഴത്തേനും ക്വസ്റ്റ്യനിലേക്ക് പോവുക, എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഐഡൻറ്റിഫൈ ദ സെയിം, ദർ വിൽ ബി സം കീവേഡ്സ്, either that or else you should check for the same kind of information. ഒരേപോലത്തെ സിമിലർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആ പാസേജിൽ കാണാൻ സാധിക്കും. സോ അതിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ്. ഫോർ ദി ഏർലിയസ്റ്റ് ട്രൈബ്സ് ദ കോൺസെപ്റ്റ് ഓഫ് sufficiency was more important than the concept of quantity. ഓക്കെ, സോ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പാസേജിലേക്ക് ഇപ്പോഴേ പോകണ്ട, നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അതിൻ്റെ ഒരു മീനിങ് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ദ കോൺസെപ്റ്റ് ഓഫ്, സോ പഴയ ട്രൈബ്സിന് ഫോർ ദം ദ കോൺസെപ്റ്റ് ഓഫ് സഫിഷ്യൻസി വാസ് മോർ ഇമ്പോർട്ടൻറ്റ്. അതായത് എന്തോ ഒരു കോൺസെപ്റ്റ്, ദ കോൺസെപ്റ്റ് ഓഫ് സഫിഷ്യൻസി അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ദാൻ ദ കോൺസെപ്റ്റ് ഓഫ് ക്വാണ്ടിറ്റി. Good afternoon everyone. Okay, yes, so നമ്മളതാണ് ഇവിടെ പറയുന്നത്. For the earliest tribes the concept of sufficiency was more important than the concept of quantity. So നമുക്ക് നോക്കാം, ഇതേ കാര്യം തന്നെയാണ്. സഫിഷ്യൻസിക്കാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഏർലിയസ്റ്റ് ആയിട്ടുള്ള ട്രൈബ്സ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ആർക്കാണ്? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് കോൺസെപ്റ്റ് ഓഫ് സഫിഷ്യൻസിക്കായിരുന്നു ദാൻ കോൺസെപ്റ്റ് ഓഫ് ക്വാണ്ടിറ്റി. ഓക്കെ, സോ നമുക്കിപ്പോൾ ഇവിടെ കമ്പാരിസൺ വരേണ്ടത് ബിറ്റ്വീൻ സഫിഷ്യൻസി ആൻഡ് ക്വാണ്ടിറ്റി, ആൻഡ് മോർ ഇസ് ഗിവൻ ടു sufficiency, and that is among the earliest tribes. So let's look at this particular information. Okay, so you can see the first two lines. Namukku nokkam. It is impossible to learn the sequence of events that led to our developing the concept of number. Even the earliest of tribes had a system of numeration that, if not advanced, was sufficient for the task that they had to perform. Okay, the second line, even the earliest of tribes had a system of numeration that, if not advanced, അതായത് ഏർലിയസ്റ്റ് ട്രൈബ്സിനും ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഒരു ന്യൂമറേഷൻ സിസ്റ്റം അന്നും ഉണ്ടായിരുന്നു. അത് വളരെ അഡ്വാൻസ്ഡ് അല്ലായിരുന്നെങ്കിൽ പോലും അവർക്ക് സഫിഷ്യൻസി എന്നൊരു കാര്യം ആണ് അവർ കൂടുതലും നോക്കിയിരുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ സാധനം ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും കൂടെ ഉണ്ടോ, അതായിരുന്നു എല്ലാവർക്കും കൂടെ എന്ന് പറയുമ്പോൾ അവർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വരുന്നത് എപ്പോഴാണ്?
ഒരു അരിത്തമെറ്റിക് അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ സിസ്റ്റം ഉള്ളപ്പോഴാണ് അവിടെ ക്വാണ്ടിറ്റി എന്നുള്ളൊരു നമ്പർ വരുന്നത് അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. സോ സഫിഷ്യൻസിക്കാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. സോ വാട്ട് ക്യാൻ വി റൈറ്റ് ആസ് എൻ ആൻസർ ഓവർ ഹിയർ? യെസ്, ഇറ്റ് ഈസ്. ദി ആൻസർ ഇസ് ട്രൂ. സെയിം ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ പറയുന്നത്. വാട്ട് യു സീ in the question and what you see in the what do you call the passage both are same. Okay, now let's look at the second one. So ഇവിടെ ഈ ആൻസർ നമ്മൾ ക്രാക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഒരു പെർട്ടിക്കുലർ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ, അതിൻ്റെ മീനിങ് മാത്രമാണ് നമ്മൾ ക്യാരി ചെയ്യുന്നത്. And you look for the same information meaning wise. അതല്ലാതെ സെൻറ്റൻസ് ഒരേപോലത്തെ സെൻറ്റൻസോ അല്ലെങ്കിൽ ഒരേപോലത്തെ വേർഡ്സോ ഒന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. ആ മീനിങ് മാത്രമേ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് വരുള്ളൂ. ആൻഡ് യെസ്, ഓബ്വിയസ്ലി ഇറ്റ് വിൽ ബി സം ടൈംസ് കൺഫ്യൂസിങ്. പെട്ടെന്ന് ചിലപ്പോൾ അത് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. It depends upon how you understand that particular sentence അല്ലേ. സോ ഇവിടെ നമ്മളത് ട്രൂ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു സഫിഷ്യൻസി. അത് മാത്രമല്ല, ഇവിടെ കോൺസെപ്റ്റ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞേക്കുന്നത് ആ ഒരു സെൻറ്റൻസിൽ, അതായത് നമ്മൾ ആ ഇൻഫർമേഷൻ പാസേജിൽ കണ്ടത് എങ്ങനെയാണ്? ഇഫ് നോട്ട് അഡ്വാൻസ്ഡ് എന്നാണ്. അതായത് ഇഫ് നോട്ട് അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത് ന്യൂമറേഷൻ സിസ്റ്റം ഏർലിയസ്റ്റ് ട്രൈബ്സിനിടയിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല, എന്നാലും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതെല്ലാവർക്കും തികയുമോ, സഫിഷ്യൻ്റ് ആകുമോ എന്ന്. അതാണ് അവരുടെ രീതി. ഇറ്റ്സ് നോട്ട് ദ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി കംസ് ഓൺലി ഇഫ് ദ ന്യൂമറേഷൻ സിസ്റ്റം ഡെവലപ്സ്. So I hope you understand the difference between both of these sentences. Okay, let's go to the next question we have is indigenous Tasmanians used only 4 terms to indicate number of objects. I repeat, indigenous Tasmanians. പലരും ചോദിക്കുന്ന ഒരു വേർഡാണ്, എന്താണ് ഈ ഇൻഡിജിനസ്? ഇൻഡിജിനസ് എന്ന് പറയുന്നത് ലോക്കൽ അല്ലെങ്കിൽ നാടൻ എന്നുള്ള രീതിയിലുള്ള മീനിങ് ആണ്. അതായത് അവിടെ തന്നെ ജനിച്ച് വളർന്നു വരുന്ന ആൾക്കാരെയാണ് ഇൻഡിജിനസ് ടാസ്മാനിയൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സർട്ടൻ ഗ്രൂപ്പ്. യൂസ്ഡ് ഓൺലി 4 terms to indicate number of objects. അവർ ഒരു നമ്പർ ഓഫ് ഒബ്ജക്ട്സ് പറയാൻ ഒരു 4 terms വരെ അല്ലേ, അതായത് 1 2 3 4 എന്ന എണ്ണം അവരുടെ ന്യൂമറേഷൻ സിസ്റ്റമിലുണ്ടായിരുന്നു. യൂസ്ഡ് ഓൺലി 4 terms to indicate numbers of objects. ഒരു ക്വാണ്ടിറ്റി അവരുടെ കയ്യിലുണ്ടെങ്കിൽ 4 വരെ എണ്ണാൻ അവർക്ക് അറിയാമായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ദി ആൻസർ ഇസ്. ഓക്കെ, ഇനി ഏതായാലും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എവിടെയാണോ നമ്മൾ ചെയ്ത് കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ടുള്ള. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ റൈസ ഷെയ്ഖ്. ഓക്കെ, സോ പ്ലീസ് ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. ഞാൻ റൈസയ്ക്ക് വേണ്ടി ഒന്നും കൂടെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കാം. ഇഫ് യു ഹാവ് നോട്ട് സീൻ ദിസ്, നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പം റൈസ ചെയ്യുന്നത്. ഇൻഡിജിനസ്. ഹലോ അച്ചു, ഗുഡ് ആഫ്റ്റർനൂൺ. സോ I want both of you to please focus on this particular second statement that is given in this slide. Indigenous Tasmanians used only 4 terms to indicate numbers of objects. അപ്പം ഞാൻ അതിൻ്റെ മീനിങ് പറഞ്ഞത് ഇൻഡിജിനസ് എന്നുള്ളൊരു വേർഡിൻ്റെ ഒരു ടേമിൻ്റെ മീനിങ് ആണ് ഞാൻ പറഞ്ഞത്. സോ ഇൻഡിജിനസ് മീൻസ് പീപ്പിൾ ഹൂ ആർ അവിടുത്തെ ലോക്കൽ പീപ്പിൾ എന്നുള്ള മീനിങ് ആണ്. So they had 4 numbers, അതായത് ലൈക്ക് വി സേ നൗ 1 2 3 4 എന്ന നമ്പേഴ്സ് അവരുടെ കയ്യിലും ന്യൂമറേഷൻ സിസ്റ്റമിലുണ്ടായിരുന്നു. ആൻഡ് ദേ യൂസ് ടു, ആ രീതിയിൽ അവർക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. യൂസ്ഡ് ഓൺലി 4 terms to indicate numbers of objects. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്നാണ് വിചാരിക്കുന്നത്. Now let's look at the information that is given in the passage. So ഓക്കെ, 3rd ലൈനിൻ്റെ പാസേജ് തൊട്ടാണ് നമ്മൾ ഇനി ആക്ച്വലി നോക്കേണ്ടത്. 3rd ലൈൻ ലാസ്റ്റ് കാണുന്നുണ്ടോ? അവർ ആൻസെസ്റ്റേഴ്സ്
Moving to the fourth line, keto. Our ancestors had little use of actual numbers. Instead, their considerations would have been more of the kind, is this enough, rather than how many when they were engaged in food gathering. Okay, ഇത് നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റിന് കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ ആയിട്ട് പോയിരിക്കുകയാണ്. Okay. Then we can find to reflect on the nature discovered they needed to idea. Okay, the need for a sophisticated. Okay, see, we need to look for this particular information. Yes, this is the information that we can find from the second slide. Okay, first slide ലായിരുന്നില്ല, second slide ലായിരുന്നു. നിങ്ങൾ ഈ ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. Early evidence of early stages of arithmetic and numeration can be readily found. The indigenous people of Tasmania were only able to count 1, 2, many. Okay? മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഡിഫറൻസ്. They were only able to count 1, 2, many. So can you please anyone let me know what the answer is? അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് they were able to identify or they were able to yes, they were able to indicate 4 terms എന്നാണ്. അപ്പോൾ ഇവിടെ വന്നേക്കുന്നത് എന്താണ്? ഇവിടെ വന്നേക്കുന്നത് ടാസ്മാനിയയിലെ ആൾക്കാർക്ക് they were only able to count 1, 2 കഴിഞ്ഞിട്ടുള്ള എല്ലാം many ആണ്. അതിപ്പോൾ 3 ആണെങ്കിലും 40 ആണെങ്കിലും 100 ആണെങ്കിലും 1000 ആണെങ്കിലും the only term they could say for all those amounts is the number or the term many. Number alla, it's a term many. So what do you think can be the answer here? Anyone? Hello, Princey Philip. Good afternoon. ഈ ക്വസ്റ്റ്യൻ ആൻസർ ആരെങ്കിലും ഒന്ന് തരാമോ? Is it 1, 2 or many? 1, 2, many എന്നും പറയുന്നു, അവിടെ 4 numbers എന്നും പറയുന്നു. എന്ത് ആൻസറെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. Anyone? Okay, so let's say ഇവിടെ നിങ്ങൾക്ക് obviously ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ടാസ്മാനിയയിലെ ആൾക്കാർക്ക് 1, 2 ആൻഡ് മെനി എന്നുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? they were able to count 4 terms വരെ അവർക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോൾ ഇതൊരു false information അല്ലേ? Yes, it is a false information. Why? Because നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് പാസ് ചെയ്തിരിക്കുന്നത് അല്ലേ? 1, 2, 3, 4 വരെ കൗണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ക്വസ്റ്റ്യനിലും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇൻ ദി ആൻസർ ഇറ്റ് സേസ് 1 കഴിഞ്ഞാൽ 2 കഴിഞ്ഞാൽ ദ റെസ്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. അത് ഏതെന്നുള്ളതല്ല, റെസ്പെക്റ്റീവ് ഓഫ് ലൈക്ക് ഡിജിറ്റ്സ് എന്താണെങ്കിലും, ഡബിൾ ആണെങ്കിലും ട്രിപ്പിൾ ആണെങ്കിലും 4 digits ആണെങ്കിലും 5 digits ആണെങ്കിലും they had only one term to say, that is many. അപ്പോൾ 1ഉം 2ഉം വരെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ന്യൂമറേഷൻ സിസ്റ്റം ഡെവലപ്പ് ആയിട്ടുള്ളൂ, അതിനുശേഷമുള്ളത് ഡെവലപ്പ് ആയിട്ടില്ല. അതുകൊണ്ടാണ് മെനി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് 4 വരെ ഡെവലപ്പ് ആയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ആൻസറിനെ ഫോൾസ് എന്ന് പറയുന്നത്. സോ ലെറ്റ് മീ ജസ്റ്റ് ആഡ് വൺ മോർ ഡീറ്റെയിൽ. നമ്മൾ ഓരോ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞു പോയത്. അതിൽ ആദ്യത്തെ ഡീറ്റെയിൽ എന്ന് പറയുന്നത് ചെക്ക് ഫോർ ആൻസേഴ്സ് ഇൻ ആൻ ഓർഡർ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി എല്ലാം തന്നെ ഒന്നെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം സെയിം പാരഗ്രാഫിൽ തന്നെ അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം, ഓർ എൽസ് അടുത്ത പാരഗ്രാഫിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. സോ ഇറ്റ് ക്യാൻ ബി വൺ ആഫ്റ്റർ ദി അതർ, ഇറ്റ് ഈസ് ഇൻ ആൻ ഓർഡർ. ഓക്കെ, സോ ഇവിടെ നമുക്കത് കാണാൻ സാധിച്ചത് സെക്കൻഡ് പാരഗ്രാഫിലായിരുന്നു. സോ ദാറ്റ് ഈസ് ഹൗ വി ഐഡൻറ്റിഫൈ ദീസ് ആൻസേഴ്സ്. ഓക്കെ, ഇനി സെക്കൻഡ് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഫോൾസ് ഇൻഫർമേഷൻ എന്ന് നിങ്ങൾ എഴുതണമെങ്കിൽ അതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത് യു വിൽ സീ ഓപ്പോസിറ്റ് ഇൻഫർമേഷൻസ്.
I hope you understood. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാജു ഇസ് ടോൾ എന്നാണ് കൊടുത്തേക്കുന്നതെങ്കിൽ രാജു ഇസ് ഷോർട്ട് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ടോൾ ഷോർട്ട് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് അല്ലേ? അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. അതായത് കുറച്ച് അത്ര ഡയറക്റ്റ് ആയിരിക്കത്തില്ല. ഇപ്പം ഞാൻ നിങ്ങൾക്ക് തന്ന പോലത്തെ എക്സാമ്പിൾ അത്ര ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല റീഡിങ് വരുന്നത്, ബിക്കോസ് ദാറ്റ് വിൽ മേക്ക് ദ റീഡിങ് തിങ് വെരി ഈസിയർ. സോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കൺഫ്യൂഷനിൽ നിന്നാണ് നിങ്ങളിത് ടാക്കിൾ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോ ദ തിങ് ഇസ് ദാറ്റ് യു നീഡ് ടു ഐഡൻറ്റിഫൈ ഇൻഫർമേഷൻ that comes opposite to each other. Okay, so this is an opposite, a false information, and the information given in the question as well as in the passage contradicts. Okay, let's look at the next one, and I hope you will answer to this question again. ഇനി third one ആണ് നമ്മൾ നോക്കുന്നത്. Some people with simple number systems use body language to prevent misunderstanding of expressions of number. എന്താണ് ഇവിടെ പറയുന്നത്? ആദ്യം ഇതിൻ്റെ മീനിങ് നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അല്ലേ? എന്താണ് ഇവിടെ പറയുന്നത്? Some people with simple number systems use body language to prevent misunderstanding of expression of number. ഏതെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ ഈ നമ്പറിൽ അവർ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ അവർ ചെയ്തുകൊണ്ടിരുന്ന അടുത്ത ഒരു പ്രോബ്ലം, അതായത് ഇൻ ഓർഡർ ടു അവോയ്ഡ് ദറ്റ് കൺഫ്യൂഷൻ they used to express in the body language യൂസ് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? ബോഡി ലാംഗ്വേജ് അതായത് ഗോഷ്ഠികൾ കാണിക്കുക അല്ലെങ്കിൽ കൈകൊണ്ടുള്ള സിംബോളിക് ആയിട്ടുള്ള രീതിയിൽ കാണിക്കുക എന്നുള്ള മീനിങ്ങിലായിരിക്കും അല്ലേ? അതായത് നമ്മൾ ആ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ യൂസ് ഇറ്റ് സിംബോളിക്കലി with the help of body language. അതാണ് ഉദ്ദേശിക്കുന്നത്. Okay, so let's look at the answer over here. Yes, just under this one. നമ്മളിപ്പോൾ പറഞ്ഞു പോയ ഇൻഫർമേഷൻ്റെ തൊട്ട് താഴെ തന്നെയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഓർഡറിൽ തന്നെയാണ് കിടക്കുന്നത്. You can see the fourth line. But in real situations, the number and the words are often accompanied by gestures to help resolve any confusion. Let me read it once again. But in real situations, the number and words are often accompanied by gestures to help resolve any confusions. Can anyone answer to this question? Okay, yes, the answer to this question is true, because എന്താണ് നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ഇവിടെ പറഞ്ഞേക്കുന്നത്, റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ഈ നമ്പറും വേർഡ്സും ഒക്കെ ആർ ഓഫൻ അക്കംപനീഡ്, അതായത് ജെസ്റ്റേഴ്സ് എന്നുള്ള വേർഡ് വരുന്നുണ്ട് അല്ലേ? എന്താണ് ഈ ജെസ്റ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? കൈ കൊണ്ട് നമ്മൾ സിമ്പിൾ കാണിക്കുക അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നതിനാണ് ജെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മളുടെ ക്വസ്റ്റ്യനകത്തും കൊടുത്തിരുന്ന മീനിങ് അല്ലേ? ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്തിരുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. ആൻഡ് വി ഗെറ്റ് ദ സെയിം മീനിങ് ഫ്രം ദിസ് പെർട്ടിക്കുലർ പാസേജ് ആൻഡ് ഇറ്റ് ഇസ് റിട്ടൺ ഇൻ ദിസ് വേ. In order to avoid confusions or resolve any confusions, people used to accompany the numbers and words with gestures എന്നാണ് പറഞ്ഞത്. So that will give a complete idea to the person with whom they are communicating. I hope that is clear. So the answer is true. So എങ്ങനെയാണ് നമ്മൾ true എന്ന് പറയുന്നത്? True എന്ന് പറയണമെങ്കിൽ you will need to get the exact meaning. ഓക്കെ, നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്, ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റും നിങ്ങളുടെ പാസേജ്, നിങ്ങൾ ആ കണ്ടുപിടിക്കുന്ന ഇൻഫർമേഷൻ, നിങ്ങളുടെ പാസേജിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനും ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനും ഷുഡ് മാച്ച് ടുഗെദർ. ഒരു അഡീഷണൽ വേർഡും ഇല്ല, ഒരു മൈനസ് വേർഡും ഇല്ല. സോ ഇറ്റ് ഷുഡ് മാച്ച് വിത്ത് ഈച്ച് അതർ ആൻഡ് യു വിൽ ആൻസർ ദ ക്വസ്റ്റ്യൻ ആസ് ട്രൂ. All right, let's look at the next one.
Let's look ahead. The fourth question is, all cultures have been able to express large numbers clearly. All cultures have been able to express large numbers clearly. എല്ലാ കൾച്ചറിലും വലിയ നമ്പേഴ്സ് പ്രോപ്പറായിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ആൻസർ. ഓക്കെ, യു ക്യാൻ സീ ദ ഫസ്റ്റ് സെൻറ്റൻസ് ഹിയർ. The lack of ability of some cultures to deal with large numbers is not really surprising. The lack of ability of some cultures to deal with large numbers is not really surprising. ഇത് എന്ത് തരത്തിലുള്ള ഇൻഫർമേഷൻ ആണ്? സെയിം ഇൻഫർമേഷൻ ആണോ? അല്ല, ഇത് ഒരു ഓപ്പോസിറ്റ് ഇൻഫർമേഷൻ ആണ്. സോ ദ ലാക്ക് ഓഫ് എബിലിറ്റി, അതായത് ഓൾ കൾച്ചേഴ്സ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് ആൻസറിൽ ഇവിടെ വന്നേക്കുന്നത് എങ്ങനെയാണ്? ലാക്ക് ഓഫ് എബിലിറ്റി ഓഫ് സം കൾച്ചേഴ്സ് അല്ലേ? സം എന്നുള്ള വേർഡാണ് നമ്മളുടെ ഈ ഒരു പാസേജിൽ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് കോൺട്രാഡിക്ട്സ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓളും സമ്മും ഈസ് ഓപ്പോസിറ്റ്. So we can come to the conclusion, we can say that it is a false statement, right? Let's go ahead. The word thousand has Anglo-Saxon origins. The word thousand has Anglo-Saxon origin. Yes. സോ ഇവിടെ ദ തേർഡ് സെൻറ്റൻസ്, ഓക്കെ, നമ്മൾ നേരത്തെ ഫസ്റ്റ് സെൻറ്റൻസ് ആണ് ടാക്കിൾ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഈ പാരഗ്രാഫിലെ തേർഡ് സെൻറ്റൻസ് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ദി ഏൻഷ്യൻ ഗോത്തിക് വേർഡ് ഫോർ 10, തച്ചുൻ, ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ നമ്പർ 100 ആസ് തച്ചുൻ. By the 7th century, the word tion had become interchangeable with the tachun or hund of the Anglo-Saxon origin, and so 100 was denoted as hund, tionting, 10 times 10 എന്ന് പറഞ്ഞ കുറേ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 100ൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് ആംഗ്ലോ സാക്സൺ ഒറിജിൻ ആണ്, ആംഗ്ലോ സാക്സിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആൻസർ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഇൻഫർമേഷനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇത് ട്രൂ അല്ല, ഫോൾസും അല്ല, നോട്ട് ഗിവൺ ആണ്. ബിക്കോസ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 1000 എന്ന നമ്പറിൻ്റെ ഒറിജിനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദ വേർഡ് 1000 ഹാസ് ആംഗ്ലോ-സാക്സൺ ഒറിജിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ ഇൻഫർമേഷൻ ഇസ് അബൌട്ട് 100. സോ ഇറ്റ് ഈസ് no way relatable, so we can come to the conclusion that it is a not given. The information about 1000 in the passage is not given. Okay, I hope that is clear too. Okay, ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യനും കൂടിയുണ്ട്. In general, people in the 7th century Europe had poor counting ability. In general, people in 7th century Europe had poor counting ability. 7th century യൂറോപ്പിലുണ്ടായിരുന്ന ജനറലി ആ ഒരു കാര്യമാണ് പറയുന്നത്. 7th സെഞ്ച്വറിയിലെ ആൾക്കാർക്ക്, യൂറോപ്യൻസിന് ഒരു പുവർ കൗണ്ടിങ് എബിലിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? അങ്ങനെയാണോ? നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞ ആ 100ൻ്റെ ഇൻഫർമേഷൻ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സെൻറ്റൻസിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കാണാം. The average person in the 7th century in Europe was not as familiar. Thank you, Anurag. So let's come back. Okay, the average person in the 7th century in Europe was not as familiar with numbers as we are today. So ഇവിടെ പറയുന്നത് എന്താണ്? അവിടെ പറഞ്ഞിരിക്കുന്നത് യൂറോപ്യൻസിന് ഒരു 7th century ുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാർക്ക് പുവർ കൗണ്ടിങ് എബിലിറ്റി ആയിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഇവിടെ പറയുന്നത് എന്താണ്? ദി ആവറേജ് പേഴ്സൺ ഇൻ ദ 7th century, യെസ്, ഇൻ യൂറോപ്പ്
was not as familiar with numbers as we are today. അതായത് നമ്മളെപ്പോലെ അത്ര അഡ്വാൻസ്ഡ് ആയിരുന്നില്ല. അവർക്ക് എന്തോ അറിയാമായിരുന്നു, പക്ഷേ അവർ ഒരിക്കലും അഡ്വാൻസ്ഡ് ആയിരുന്നില്ല. അവർക്കും ഈ പറഞ്ഞ പോലെ കൗണ്ടിങ് എബിലിറ്റി വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെയല്ലേ എവിടെയും വന്നിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഹൗ വി സേ ദാറ്റ് ബോത്ത് ഓഫ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. പറയുന്ന ആവറേജ് പേഴ്സൺ എന്ന് പറഞ്ഞിരിക്കുന്നതും ജനറലായിട്ട് എന്ന് പറഞ്ഞേക്കുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. യൂറോപ്പിലെ കാര്യം പറയുന്നുണ്ട്, യൂറോപ്യൻസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. 7th centuryയിലെ ആൾക്കാരെ തന്നെയാണ് പറയുന്നത്. Was not as familiar with numbers as we are today. And in the statement you can find the same thing, poor counting ability. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ again we come to the conclusion that the statement is absolutely true. All right, let's look at the last one. So in the Tsimshian language, the number for long objects and kenos is expressed with the same word. Okay, ഈ പെർട്ടിക്കുലർ ലാംഗ്വേജിൽ നമ്മളിതിൻ്റെ മീനിങ് ഒന്നും കൂടെ നമ്മൾ ഒന്ന് ക്രാക്ക് ചെയ്യുകയാണ്. നമ്മളിതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. ഷിംഷ്യൻ ലാംഗ്വേജ്, ദ നമ്പർ ഫോർ ലോങ് ഒബ്ജെക്ട്സ്. ഓക്കെ, അതായത് ലോങ് ഒബ്ജെക്ട്സിന് വേണ്ടി പറയുന്ന നമ്പരും കെനോസ് ഇസ് എക്സ്പ്രസ് വിത്ത് ദ സെയിം വേർഡ്. അപ്പോൾ ഈ ലോങ് ഒബ്ജെക്ട്സിനും കെനോസിനും ഒരേ ടൈപ്പ്. കെനോസ് എന്താണെന്നുള്ള ഒരു ചെറിയ ഡൗട്ട് നിങ്ങൾക്ക് കാണും. ചെറിയ വള്ളങ്ങളാണ് ഈ കെനോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോങ് ഒബ്ജെക്ട്സിനും കെനോസിനും ഒരേ രീതിയിലായിരുന്നു ആ പെർട്ടിക്കുലർ ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ആ രീതിയിലാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദെയർ ഇൻ ദ പാസേജ്. ഓക്കെ, you can see that in the, നമുക്ക് ആദ്യം തൊട്ട് തന്നെ വായിച്ചു പോകാം ഈ പെർട്ടിക്കുലർ സ്ലൈഡിലുള്ള പാസേജ്. ഓക്കെ, perhaps the most fundamental step in developing a sense of number is not the ability to count, but rather to see that a number is really an abstract idea instead of a simple attachment to a group of particular objects. It must have been within the grasp of earliest humans to conceive that 4 birds are distinct from 2 birds. Okay, നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കോണ്ടന്റിലേക്ക് വരികയാണ്. However, it is not an elementary step to associate the number the 4 as connected with 4 birds to the number 4 as connected with 4 rocks. Great hindrance to the development of true number sense, where the number 4 can be registered in the mind as a specific word independent of object being referred. Individual is ready to take the first step toward the development of a notational system for numbers, from there to the arithmetic. Okay, നമ്മുടെ നെക്സ്റ്റ് സ്ലൈഡിലായിരുന്നു ഇതിൻ്റെ ഇൻഫർമേഷൻ. നമ്മൾ നേരത്തെ എടുത്തിരുന്നതിനകത്ത് ഇല്ലായിരുന്നു ഇൻഫർമേഷൻ. നമുക്ക് നോക്കാം. Yes, you can see that the second one, അല്ലേ? The numeration system of the Tsimshian language in British Columbia contains 7 distinct sets of words for numbers according to the class of item. Okay, ഇവിടെയാണ് നമ്മളുടെ ഇൻഫർമേഷൻ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ വായിക്കണം. നമ്മൾ അവിടെ ചോദിച്ചിരിക്കുന്നത് കെനോസിനും ലോങ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനും ഒരേ ടേം യൂസ് ചെയ്താണ് അവർ പറഞ്ഞിരുന്നത് എന്നുള്ളതാണ് ഇവിടെ, അല്ലേ? ഇവിടെ നമുക്ക് നോക്കാം. For counting flat objects and animals, for round objects and times, for people, for long objects and trees ആണ് വന്നിരിക്കുന്നത്. For long objects and trees. Then അത് കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ടാണ് for canoes എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് for long objects and canoes ഒരേ ടേം യൂസ് ചെയ്തിരുന്നു എന്നായിരുന്നു, അല്ലേ? ഇവിടെ വന്നപ്പോൾ രണ്ടും രണ്ടാണ്. അപ്പോൾ നമ്മളുടെ ആൻസർ എന്താണ്? ഇറ്റ് ഈസ് എ false statement. ഓക്കെ, രണ്ടും ഓപ്പോസിറ്റ്സ് ആയതുകൊണ്ട് തന്നെ false statement ആണ്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. അപ്പം നമ്മൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകാം, അല്ലേ? സോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കാണുമ്പോൾ അത് ട്രൂ ആണ് എന്ന് പറയണമെങ്കിൽ എന്താ വേണ്ടത്? പാസേജിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനും ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ കാണുന്ന ആ സ്റ്റേറ്റ്മെൻറ്റും രണ്ടും ഒരേപോലെ തന്നെ ആയിരിക്കണം, മീനിങ് ഫുള്ളായിട്ട് തന്നെ, അതായത് ഒരേ മീനിങ്ങിൽ തന്നെ ആയിരിക്കണം അത്
അതിനകത്ത് രണ്ടിടത്തും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഇഫ് ദ ഇൻഫർമേഷൻ is a false information, അതിനെന്തായിരിക്കും വരുന്നത്? കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അതായത് ഇൻഫർമേഷൻ പാസേജിൽ കാണും, പക്ഷേ എന്താണ്? കോൺട്രാഡിക്ടറി ആയിരിക്കും. രണ്ടും രണ്ട് കാര്യങ്ങളായിരിക്കും. ഇൻ ദ സെൻസ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഓൾ റൈറ്റ്. ഇനി നോട്ട് ഗിവൺ ആണെങ്കിലോ? നോട്ട് ഗിവൺ ആണെങ്കിൽ ഇവിടെ വളരെയധികം കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് ഈ നോട്ട് ഗിവൺ പറയുമ്പോഴത്തേനും. കാരണം നോട്ട് ഗിവൺ എന്നൊരു ആൻസർ ക്വസ്റ്റ്യൻ വരുന്ന ഒരു അഡീഷണലി നമ്മുടെ ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നതാണ് പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അല്ലേ? സോ ഈ നോട്ട് ഗിവൺ വന്നാൽ ചിലർ ട്രൂ എന്നും എഴുതാറുണ്ട്, ചിലർ ഫോൾസ് എന്നും എഴുതാറുണ്ട്. പക്ഷേ ഒരിക്കലും നോട്ട് ഗിവൺ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോഴും പലർക്കും മനസ്സിലാവുന്നില്ല. നോട്ട് ഗിവൺ എന്നാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്തെ സ്റ്റേറ്റ്മെൻറ്റും നിങ്ങൾ അതേ തന്നെ പാസേജിൽ കാണുമായിരിക്കാം. പക്ഷേ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മിസ്സിംഗ് ആയിരിക്കും പാസേജിൽ. ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ എല്ലാ വേർഡ്സും, അതായത് അതിൻ്റേതായ മീനിങ്ങിൽ തന്നെയാണോ പാസേജിൽ വരുന്നതെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ആസ്പെക്റ്റ് നിങ്ങൾക്ക് മിസ്സിംഗ് ആണെന്ന് തോന്നിയാൽ ദയവ് ചെയ്ത് ഫോൾസ് എന്നല്ല നിങ്ങൾ എഴുതേണ്ടത്, അവിടെ നോട്ട് ഗിവൺ എന്നാണ് എഴുതേണ്ടത്. ഫോൾസ് എന്ന് എഴുതണമെങ്കിൽ അത് കോൺട്രാഡിക്ടറി ആകണം, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം. ഓക്കെ. ആൻഡ് നോട്ട് ഗിവൺ ആണെങ്കിൽ ഒന്നെങ്കിൽ മൊത്തമായിട്ട് ആ ഇൻഫർമേഷൻ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും, അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ ഏതോ ഒരു ആസ്പെക്റ്റ് മിസ്സിംഗ് ആയിരിക്കും. സോ ഐ ഹോപ്പ് നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ ഇതിനെക്കുറിച്ച് കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് നീഡ്ലെസ് ടു സേ ദാറ്റ് യു നീഡ് ടു സ്റ്റിൽ പ്രാക്ടീസ് കീപ്പ് ഓൺ പ്രാക്ടീസിങ് ഇറ്റ്. ഇത് മനസ്സിലായാലും നിങ്ങൾക്കറിയാം വളരെ ബുദ്ധിമുട്ടാണ്. ഇത് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല, നമ്മൾ ചെയ്തു വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. And you need different materials to practice it, alle? So, and if you need the assistance and help of tutors, trainers like us, you can come and join our IELTS classes at Tiju's Academy, Tiruvalla and Mavelikara. Ivide offline classes provide cheyyunnundu, and you can ഞങ്ങളുടെ അസിസ്റ്റൻസ് നിങ്ങൾക്കുണ്ടാവും, ഞങ്ങളുടെ ഹെൽപ്പ് നിങ്ങൾക്കുണ്ടാവും ഇൻ റീഡിങ് ആൻഡ് ഓൾ ആസ്പെക്ട്സ്. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ നിങ്ങൾക്ക് റൈറ്റിങ്ങിന് വേണോ, റീഡിങ്ങിനും സ്പീക്കിങ്ങിനും ലിസണിങ്ങിനും ഒക്കെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നല്ല ക്ലാസ്സസ് ഉണ്ട്. സോ പ്ലീസ് കം ആൻഡ് ജോയിൻ our online as well as offline classes. And I hope this session was informative. And let me know if you still have any doubts regarding these type of questions so that I can reach out to you and help you in cracking these type of questions. So that's all for today. And thank you all. Stay tuned. That's it. Thank you.